ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11, 12, 18 വാക്യങ്ങൾ അടിസ്ഥാനമാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് വായിക്കട്ടെ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതിൻ്റെ 18-ാം വാക്യം, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. For today's meditation, let's turn to the book of Philippians chapter 4, verse 11, 12, 13, and verse 18. It reads like this: Now that I speak in regard to need, for I have learned in whatever state I am to be content. I know how to be abased, and I know how to be bound. Everywhere and in all things I have learned both to be full and to be hungry, both to abound and to suffer need. I can do all things through Christ who strengthens me. Verse 18, it reads like this: Indeed, I have all and abound. I am full, having received from Epaphroditus and things sent from you, a sweet smelling aroma, an acceptable sacrifice, well pleasing to God. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ 3 പ്രസ്താവനകളെ കുറിച്ചാണ് ഇന്ന് പകല് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. This morning I want to talk about 3 statements that Apostle Paul makes in this passage. അതിൽ ഒന്നാമതായിട്ട് താൻ പറയുന്നു, ഐ ക്യാൻ അക്സെപ്റ്റ് ഓൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിനെ ഞാൻ അംഗീകരിക്കുന്നു. And the first statement he makes is, he says, I can accept any situation that comes into my life. അദ്ദേഹം പറയുന്നു, എനിക്ക് താഴ്ചയുണ്ട്, എനിക്ക് ഉയർച്ചയുണ്ട്. He says, I have low points in my life, I have high points. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് സമൃദ്ധിയുണ്ട്. There are times when I am struggling, there are times when I have plenty. ചിലപ്പോൾ എനിക്ക് വിശപ്പുണ്ട്, ചിലപ്പോൾ ഞാൻ നന്നായി ഭക്ഷിച്ച് തൃപ്തനായിരിക്കും. And he says, sometimes I am hungry or sometimes I am full. ഞാൻ സാഹചര്യങ്ങൾക്ക് ഒരു അടിമയല്ല. I am not a slave to situations or circumstances. ഏത് സാഹചര്യം വന്നാലും അതിനെ ഞാൻ അംഗീകരിക്കുന്നു. Whatever circumstance comes my way, I will accept that. ഇത് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. This is something very hard to say. ഞാനും ഇത് വായിച്ച് ധ്യാനിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ജീവിതത്തിൽ പൗലോസിന്റെ ആ വാക്കുകൾ എടുത്തു പറയുവാൻ ബുദ്ധിമുട്ടാണ്. And as I was meditating on this passage, I even told the Lord, this is taking these words and repeating it is hard to do. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ അവസ്ഥയിലൊക്കെ ഇരിക്കാൻ എനിക്കൊരു ഓവർനൈറ്റ് പെട്ടെന്ന് അങ്ങനെ അങ്ങ് സാധിച്ചതല്ല. And Paul is saying that it is not that overnight I have become accustomed to these circumstances. I learned to be content. ഞാൻ അങ്ങനെ ആകാനായി ഞാൻ പഠിച്ചു. He says, I have learned to be content. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമുണ്ട്. ഏത് സാഹചര്യത്തെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാൻ, അംഗീകരിക്കുവാൻ. And so as a part of our Christian life, God expects us in our days ahead to learn how to be accepting of any situation or circumstance that comes our way. തൃപ്തിയായിരിക്കുക എന്ന് പറയുമ്പോൾ, when we talk about being content, അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവരരുത്. we should not misunderstand that statement. വരുന്നത് പോലെ ജീവിക്കാമെന്ന് പറയുന്ന ഒരു തൃപ്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. It is not talking about a contentment that says let life come as it is. ദൈവം നമ്മളെ കടത്തി വിടുന്നതായ വഴികൾ ഉയർച്ചയായാലും താഴ്ചയായാലും അവിടെ ഒക്കെ നമ്മൾ പിറുപിറുക്കാതെ, മർമറി ചെയ്യാതെ, ചോദ്യം ചെയ്യാതെ ആ അവസരങ്ങളെ അംഗീകരിക്കുന്നതാണ് ഒരു ദൈവവൈതലിനെ ദൈവം പഠിപ്പിച്ചെടുക്കുന്നത്. And what God wants to teach his children is how to not complain or murmur or question God in every circumstance that God leads them through. ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. Apostle Paul went through many different struggles. അദ്ദേഹം കടന്നു പോയതിലെ കൂടെ കടന്നു പോകാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരികയില്ല. And we may not even be able to come close to what he went through. എന്നാൽ
അപ്പോസ്തലൻ കടന്നുപോയതിൽ അദ്ദേഹത്തിന് അത് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾക്ക് ഏതൊരവസരത്തിൽ കടന്നു പോകാൻ പറ്റുമോ അതിൽ കൂടെ നമ്മളെ ദൈവം കടത്തിവിടൂ. And just like Apostle Paul had to go through those situations, the circumstances, situations that we must go through, God will definitely lead us through that. നമ്മൾ കടന്നു പോകാൻ ദൈവം നമുക്ക് താങ്ങാൻ കഴിവുള്ള വഴികളിൽ കൂടെ കടത്തിവിടുമ്പോൾ ദൈവം നമ്മളെ എവിടെല്ലാം പഠിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ തൃപ്തരായിരിക്കുവാൻ. As God leads us through the ways in which He knows that we can handle, He does that in trying to teach us how to be content. അത് അപ്പോസ്തലൻ പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? How did Apostle Paul learn this? ഈ അപ്പോസ്തലന് നല്ലതുപോലെ യേശുവിനെ അറിയാം. This apostle knows the Lord Jesus very well. ഫിലിപ്പി ലേഖനത്തിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഈ യേശുവിനെ അറിയേണ്ടുന്നതുപോലെ അറിയണം. And is in the book of Philippians, he repeats that several times, saying that his desire and greatest desire is to know Jesus in the way he should. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം. എന്നെ കരുതുന്നവനായ ഒരു ദൈവം ഉള്ളതുകൊണ്ട് എന്റെ ഏതൊരവസ്ഥയും ഞാൻ അംഗീകരിക്കുന്നു. And when I get to know the Lord in that manner, I realize that He is my provider and that He will provide for me in any situation that I am in. തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. That is what we understand of the God that we see, that is revealed through the word of the Lord. ഏതൊരു സന്ദർഭത്തിലും കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. We have a God that will help us in any situation that we are going through. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വഴിതെറ്റി പോയപ്പോഴും കടന്നു വന്നവനെ പേര് വിളിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. Even in the Garden of Eden, when man fell from God, there He comes down and calls them by name with a loving voice. മോറിയായുടെ മലയിലേക്ക് അബ്രഹാം കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കരുതിയവനാണ് നമ്മുടെ ദൈവം. And even before Abraham climbed the mountain of Moriah, we see that God already provided a ram there for him. ബർശേബ മരുഭൂമിയിൽ ഹാഗാർ കറങ്ങി നടക്കുമ്പോൾ അവൻ കണ്ണുനീരിന് മുമ്പ് തന്നെ ഒരു ഉറവ അവിടെ ഉണ്ടാക്കിയവനാണ് നമ്മുടെ ദൈവം. And even before Hagar was wandering in the wilderness of Beersheba, and even before the baby cried out, we see God provided a wellspring there. യാക്കോബിനും കുടുംബത്തിനും ക്ഷാമം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യോസേഫിനെ മിസ്രയീമിലേക്ക് കടത്തിവിട്ട് അവർക്ക് വേണ്ടി വഴിയൊരുക്കിയവനാണ് നമ്മുടെ ദൈവം. And even before Jacob and his family endured the suffering through the famine, God sent Joseph to Egypt in order to provide for them. സങ്കീർത്തനം 40:5 ഇങ്ങനെ വായിക്കുന്നു. Psalm 40 verse 5 reads like this. യഹോവേ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ വലുതാകുന്നു. Oh Lord, your thoughts concerning us are very great. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. We have a God who provides for us. നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. We have a God who thinks about us. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. We have a God who loves us. ആ ദൈവം നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് when we have that God with us, നമ്മുടെ ഏത് സാഹചര്യം വന്നാലും no matter what situation comes നമ്മൾ ഇനി മുമ്പോട്ട് പറയേണ്ട ഒരു വാക്കുണ്ട്. we have one thing to say. I can accept. ഞാൻ ഈ സാഹചര്യങ്ങളെ അംഗീകരിക്കുന്നു. I can accept all these situations that come my way. പലപ്പോഴും നമ്മൾ സാഹചര്യം മാറാൻ ആഗ്രഹിക്കുന്നവരാണ്. even though we are people who desire our situations to change. എനിക്കും പലപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്. and I've desired that many times myself. എൻ്റെ ഇന്ന സാഹചര്യം ഒന്ന് മാറി കിട്ടണം. I want certain situations in my life to എൻ്റെ change. ജീവിതത്തിലുള്ള വ്യക്തി ഒന്ന് മാറണം. this person in my life needs to change. എൻ്റെ ജോലിയിലെ വിഷയം ഒന്ന് മാറണം. my situation at work എൻ്റെ needs to change. ആരോഗ്യത്തിന്റെ വിഷയം ഒന്ന് മാറണം. my situation in my health needs to change. ദൈവം എൻ്റെ സാഹചര്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. and isn't God one who desires to change that? അത് പലപ്പോഴും മാറാതെ വരുമ്പോഴാണ് എനിക്ക് തൃപ്തി കുറവ് വരുന്നത്. and when those situations don't change is when I oftentimes feel a lack of contentment. എന്നാൽ അതിനെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. but we can turn that around and think ഈ like this. സാഹചര്യങ്ങളെ മാറുന്നതിനേക്കാൾ വലുതായിട്ട് more than these situations changing, ദൈവം എന്നെ മാറ്റാനാണ് God ആഗ്രഹിക്കുന്നത്. wants to change me. ദൈവം എന്നെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ as God is changing me, ആമേൻ, അതിനൊന്ന് വഴങ്ങി കൊടുത്താൽ and if I submit myself to that, നമുക്ക് തൃപ്തി വരും. we will have a contentment. ഓരോ വിഷയം വരുമ്പോഴും no matter what situation ആ comes, സാഹചര്യം മാറുന്നതിനേക്കാൾ and more than that situation ദൈവമേ changing, എന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം വരട്ടെ. Lord, bring the change that you want to കൂടെ bring. കടത്തി വിടണമേ. Lord, send me through those എനിക്കിതിന് things. ശക്തി തരണമേ. Give me power to endure. എനിക്കിതിനെ ഇത് അംഗീകരിക്കാനുള്ള കൃപ Give തരണമേ. me a grace to accept this. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. That should be our prayer. അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല. Not just Apostle Paul. ഞാനൊരു സ്റ്റോറി വായിച്ചതും കൂടെ വേഗത്തിൽ പറയട്ടെ. Let me share a story that I read. അത് ഈ പിന്നെ
1871 ഷിക്കാഗോ പട്ടണത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. And in 1871 in the city of Chicago there was a great fire that spread in that city. 100,000 ആളുകൾ അന്ന് ആ വീടില്ലാത്തവരായി തീർന്നു. And almost 100,000 people became homeless because of that fire. ആ പട്ടണം മുഴുവൻ അന്ന് അതിന്റെ മിക്കവാറുള്ള ഭാഗങ്ങളെല്ലാം വെന്തെരിഞ്ഞു പോയി. And most of that town was consumed by this fire. അവിടെ ഉണ്ടായിരുന്ന ഒരു അറ്റേണി, ഒരു വക്കീല്, അദ്ദേഹം അവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹൊറേഷ്യോ സ്പാഫോർഡ് എന്നാണ്. And there was an attorney by the name of Horatio Spafford, and he was one who had many investments in the real estate. അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വീടുകൾ ധാരാളമായി മേടിച്ച് തന്റെ സമ്പത്ത് മുഴുവനും അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്ന ഒരു വ്യക്തി. എന്നാൽ ഈ തീ കൊണ്ട് അവിടുത്തെ ആ വീടുകളെല്ലാം വെന്തെരിഞ്ഞു പോയി. And a lot of his wealth was invested in these homes, but after this fire a lot of them were destroyed. ആ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ, and while he is in that grief, അദ്ദേഹത്തിന്റെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെങ്കിൽ ആൺമക്കളായിട്ട് ഒരാൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 വയസ്സുള്ള ആൺകുട്ടി സ്കാർലറ്റ് ഫീവർ വന്നിട്ട് വേഗത്തിൽ മരിച്ചു. And while he was in grieving of that, his only son got scarlet fever and ended up passing away. വളരെ ദുഃഖിതനായി. Now he's very grieved. ദൈവത്തെ അറിയുന്ന ഒരു ഫാമിലിയായിരുന്നു. He was a family that knew ദൈവത്തെ God. നന്നായി സേവിക്കുന്ന ഒരു They were serving God faithfully. ഇത്രമാത്രം ദുഃഖമായപ്പോൾ, but when it came to this amount of grief, 1873 അദ്ദേഹം തീരുമാനിച്ചു, 2 വർഷത്തിന് ശേഷം, in 1873 he decided, ഈ ഭാരവും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്റെ കുടുംബത്തെയും കൊണ്ട് ഞാൻ യൂറോപ്പിലേക്ക് ഒരു വെക്കേഷന് പോകാം എന്ന് തീരുമാനിച്ചു. and he said, instead of sitting here with this burden, I'm going to take my family to Europe for vacation. ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം എനിക്കൊരു മാറ്റം വേണം. ചില ദിവസങ്ങൾ യൂറോപ്പിൽ പോയി ചെലവഴിക്കണം. And he said, I just want to get away from all the problems that are going on here. കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. And he got the ticket in his boat. എന്നാൽ പോകുന്നതിന് 2-3 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിന് പോകാനൊക്കാത്ത ഒരു പ്രയാസമുണ്ടായി. But 2 days before leaving, he got into another issue where he could not go. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടെ ഭാര്യയെയും 4 പെൺമക്കളെയും ആ കപ്പലിൽ കയറ്റി യൂറോപ്പിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നീട് വന്ന് നിങ്ങളോട് കൂടെ ചേരാമെന്ന് പറഞ്ഞു. And so he sent his wife along with his daughters on the boat and said, you go on ahead and I will come later. 4 പെൺമക്കളെ, and 4 daughters. മാഗി, ടെനീറ്റ, ആനി, ബെസി, ഇനി പറയണ്ട, 4 പെൺമക്കളെ. ഇതിന്റെ ഒത്തന്റിക് ആണെന്ന് പറയാനാ ഞാൻ. ഈ 4 പെൺമക്കളെ ആന എന്ന് പറയുന്ന വൈഫിനെയും കയറ്റി ആ കപ്പലിലെ യൂറോപ്പിലേക്ക് അയച്ചു. And his wife and his 4 daughters, he sent them on that boat on towards Europe. നവംബർ 22 1873 ആ ഡിസംബർ അത് അവരെ ആ കപ്പൽ കയറ്റി അയച്ചു. And in November 22nd 1873 he sent them away. ആ ഒരു ഫ്രഞ്ച് കപ്പലാണ് അയച്ചത്. It was sent on a French ship. ഏകദേശം പകുതി വഴിയോളം യാത്രയായപ്പോൾ, about halfway in the journey, ആ കപ്പല് ഒരു വലിയ അയൺ ബാരൽസ് കൊണ്ടുപോകുന്നതായ മറ്റൊരു ചരക്ക് കപ്പലുമായിട്ട് കൂട്ടിയിടിച്ചു. That ship ended up colliding with another ship. ഇവര് പോയ കപ്പലിന്റെ പേര് വില്ലെ ഡു ഹാവ്രെ എന്നായിരുന്നു. ആ കപ്പല് ഈ ചരക്ക് കപ്പലുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് 226 പേര് അതിനകത്തുള്ളത് മരിച്ചുപോയി. And വെള്ളത്തിൽ മുങ്ങിപ്പോയി. that ship, when it collided with the other one, and 226 people ended up dying. 47 പേര് മാത്രം ആ കപ്പലിൽ രക്ഷപ്പെട്ടു. 47 people only survived. ആ കപ്പൽ നന്നായി തകർന്ന് വെള്ളം കയറിയത് മുങ്ങി അതിന്റെ പൊളിഞ്ഞു വീണതായ ചില ഭാഗങ്ങളിൽ ചിലർ കയറി പിടിച്ചു കിടന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ 4 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തള്ള വളരെ ശ്രമിച്ചുവെങ്കിലും ഓരോരോ കുഞ്ഞുങ്ങളായിട്ട് അവരുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. And as the ship was breaking apart, the people were grabbing onto pieces trying to survive, and this mother tried to hold on to the daughters, but the daughters kept going one by one. അവസാനം ആ തടി കഷണത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെയിൽ കാർഡിഫ് എന്ന് പറയുന്നതായ സ്ഥലത്ത് അവർക്ക് റെസ്ക്യൂ ചെയ്യുവാനായിട്ടിടയായി. And after the wife holding on to a piece of wood, after several days she finally got rescued. അവിടെ നിന്നൊരു ടെലിഗ്രാഫ് മെസ്സേജ് ഇദ്ദേഹത്തിന് കിട്ടി. And she sent a telegraph message to her husband. 2 വാക്കുകൾ ഉണ്ടായിരുന്നു. There was only 2 words. Saved alone. Saved alone. തനിയെ രക്ഷപ്പെട്ടു. Saved alone. ഈ വാക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. That were the only 2 words written on the telegram. ഈ മനുഷ്യൻ ഹൊറേഷ്യോ തന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി വെയിൽസിലേക്ക് പോയി. And now this man named Horatio went to Wales to see his wife that was just rescued.
അദ്ദേഹം മറ്റൊരു കപ്പലിൽ ബുക്ക് ചെയ്ത് ഡിസംബർ മാസത്തില് വെയിലേക്ക് യാത്ര ചെയ്യുക. And he booked another ticket and traveling in the month of December. അതിന്റെ ഏകദേശം പകുതി യാത്രയായപ്പോൾ When that journey was halfway through, അതിലെ ക്യാപ്റ്റൻ ഇദ്ദേഹത്തിനെ ഇത് ആരാണെന്ന് നന്നായി അറിയാമായിരുന്നു. this captain knew very well who he was. അദ്ദേഹമായി അടുത്ത് വന്നിട്ട് ഇയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, The captain pulled him aside and said like this. നമ്മൾ ഇപ്പോഴീ പോകുന്ന സ്ഥലത്താണ് മറ്റേ കപ്പൽ തകർന്നത്, ആ സ്ഥലത്തൂടെയാണ് നമ്മൾ പാസ് He ചെയ്യുന്നത്. said, we are right now passing over the same place where the previous boat crashed. അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ക്യാമ്പിലേക്ക് പോയി. Horatio then returned to his cabin. ജീവിതത്തിലെ ഭൗതികമായതെല്ലാം വെന്തെരിഞ്ഞു ഷിക്കാഗോയിൽ. Everything he lost in material wise in Chicago. 4 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ ഷിക്കാഗോയിൽ അടക്കി. He lost and buried his son in Chicago. പിന്നീട് അരുമയോട് സ്നേഹിച്ച 4 പെൺകുട്ടികൾ ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ മുങ്ങിപ്പോയി. And now his 4 daughters were drowned in this water. ഇനി എനിക്ക് ശേഷിച്ചിരിക്കുന്ന എന്റെ ഭാര്യയെ മാത്രം കാണുവാനായിട്ട് പോകുകയാണ്. And now he is going to see his wife alone. ആ ക്യാബിനിലിരുന്ന് അദ്ദേഹം അല്പസമയം ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. And in that cabin, this man began to pray for some time. അദ്ദേഹം ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. He never questioned God. ദൈവത്തോട് പ്രത്യേകമായ ഒരു ശക്തിയും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിച്ചു. He was praying for God to give him a special grace and power. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നാവിലേക്ക് വന്നതായ പാട്ടാണ് പലപ്പോഴും നമ്മൾ പാടുന്നത്. And it is at that time that God placed upon his tongue a song, which is a song that we oftentimes sing. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. The words of the song is like this. It is well. It is well with my soul. It is well with my soul. It is well. It is well with my soul. Like a river attendeth my way, when sorrows like sea billows roll. Whatever, my Lord, thou hast taught me to say, it is well. It is well എന്താണ് ആ ഭക്തൻ ആ പാട്ടിൽ with my പറയുന്നത്? soul. Thou hast taught me to say. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു തൃപ്തിയുള്ളവനായിരിക്കാൻ. And this songwriter writes, he has taught me to say it is well. And Apostle Paul makes the same statement saying, the Lord has taught me to be content. ജീവിതത്തിൽ എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? Will we be able to say the same thing in a similar situation? എന്നാൽ ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം കാണുന്നത്. നമ്മളെ ഓരോ ദിവസവും വചനം കേൾപ്പിക്കുന്നതും, ഓരോ ദിവസവും ആരാധനയ്ക്ക് വരുന്നതും, ഓരോ ദിവസവും കൂട്ടായ്മയ്ക്ക് വരുന്നതും എന്തിനാണെന്നറിയാമോ? ജീവിതത്തിലെ നിർണായകമായ സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ പ്രതികരിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. But that is the reason why God brings us into the fellowship, and each week we hear the word and we gather together and pray together and worship together. It is so that as life situations come into us, that we will not respond in a negative way, but to rather be content as God desires. ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഓരോന്ന് ജീവിതത്തിലുള്ളപ്പോഴും നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഈ ദിവസങ്ങളിൽ എനിക്ക് ആവശ്യമായിരിക്കുന്നത് I want to learn to be content. ദൈവമേ എനിക്ക് തൃപ്തി ഉള്ളവനായിരിക്കാനുള്ള ഒരു മനസ്സ്, ഏത് സാഹചര്യവും അക്സെപ്റ്റ് ചെയ്യുവാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് ദൈവത്തോട് പറയാം. Yes, we have difficulties. Yes, we have struggles and problems and burdens, but we must pray to God these days, Lord, help me to learn to be content in any situation that comes my way. When I accept all things, I can do all things. First, Apostle Paul says, I can accept all things. Second, he says, I can do all things. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. He says, I can do all things through Christ who strengthens me. തനിയെ എനിക്ക് കഴിവില്ല. I cannot do anything on my own. എനിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. I cannot do this on my own. എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. I cannot go there on my own. എന്നെ കൊണ്ട് അത് നിവർത്തിക്കാൻ പറ്റില്ല. I cannot accomplish that on my own. എന്നെ സഹായിക്കാൻ ആരുമില്ല.
ആരുമില്ല. There is no one else to help me. എന്നാൽ എനിക്കൊന്നറിയാം. But I know one thing. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ മതിയായവനാണ്. But I can do all things through Christ who strengthens me. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളോട് But this morning in our hearts as we are gathered here today, ഒരുപക്ഷേ പറയുന്ന ചില വാക്കുകൾ ഉണ്ടായിരിക്കാം. we may have saying words in our heart. അസാധ്യമാണെന്ന് പറയാം. We may say it's impossible. എന്നാൽ ദൈവവചനം പറയുന്നു. But the word of God says. ലൂക്കോസ് 18:27 പറയുന്നു ദൈവത്താൽ സകലവും സാധ്യമാണ്. Luke's Gospel chapter 18 verse 27 says all things are possible with God. ഒരുപക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കുക എന്നെ ആരും സ്നേഹിക്കുന്നില്ല. You may think to yourself that nobody loves you. എന്നാൽ ദൈവവചനം പറയുന്നു ജോൺ 3:16 പറയുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. But Gospel of John chapter 3 verse 16 says like this, God loves you. ഒരുപക്ഷേ നിങ്ങൾ പറയുന്നു എനിക്കിനി ഈ രീതി മുന്നോട്ട് പോകാൻ കഴിയില്ല. You may be saying to yourself I cannot go on in this manner. 2 കൊരിന്ത്യർ 12:9 പറയുന്നു. But 2 Corinthians 12 verse 9 says like കൃപ നിനക്ക് മതി. My grace is sufficient for നിന്റെ you. സാഹചര്യത്തെ അതിജീവിക്കുവാൻ എൻ്റെ കൃപ പ്രാപിച്ചു. Oh, receive my grace to overcome your situation. ദൈവത്തിന്റെ കൃപ നമുക്ക് തരും. God will give us his grace. ചിലപ്പോൾ നമ്മൾ പറയും എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. Often we may tell ourselves I cannot figure this out. ഞാൻ മുന്നോട്ട് പോകേണ്ടത് വഴി എങ്ങനെയാണ്? I don't know the way I should move forward. എന്നാൽ സങ്കീർത്തനം 25:12 പറയുന്നു. But Psalms 25:12 says like this. ഭക്തനായ പുരുഷന്റെ ചുവടുകളെ ദൈവം നിയന്ത്രിക്കുന്നു. The right steps of the righteous man are ordered by the Lord. ദൈവമാണ് നമ്മൾക്ക് ആലോചന തരുന്നത്. He is the one who gives us ദൈവമാണ് counsel. നമ്മളെ സഹായിക്കുന്നത്. He is the one that helps us. ചിലപ്പോഴൊക്കെ നമുക്ക് പറയും നമ്മളെ സഹായിക്കാൻ ആരുമില്ല. We may say to ourselves there's no one to help me. എൻ്റെ ശത്രു വളരെ വലുതാണ്. Oh, my enemy is great. എൻ്റെ ഒപ്പോസിഷൻ വലുതാണ്. He says you may say your opposition is great. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്നു But Psalms says അവൻ കാട്ടുപോത്തുകളുടെ കൊമ്പിന്റെ ഇടയിൽ ഉത്തരമരുളുന്നവനാണ്. He gives an answer in the midst of the horns of the wild oxen. ഇത്ര വലിയവനായ ഒരു ദൈവമാണ് നമ്മളോട് Oh, ഉള്ളത്. he's a great God that we serve. ആമേൻ. നമ്മൾ പലപ്പോഴും പറയും നമുക്ക് ഭയമുണ്ട്. We may say to ourselves that we are fearful. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട. But Isaiah says do not fear. I am with you. ഭ്രമിച്ചു നോക്കണ്ട. Oh, do not worry. ഞാൻ നിന്റെ ദൈവമാകുന്നു. I am your God. Yes, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മതിയായവനാണ്. Oh, yes, I can do all things through Christ who strengthens എനിക്ക് me. ചെയ്യാൻ പറ്റും. I can do it. എന്റെ ഭയം മാറും. My fear will എന്റെ go. നിരാശ മാറും. My disappointment will go. My confusion will എന്നെ go. നടത്തുന്ന ഒരു ദൈവമുണ്ട്. There is a God who leads ഈ me. ദൈവത്താൽ ഞാൻ ചെയ്തെടുക്കും. I will do this through my പലപ്പോഴും God. നമുക്ക് ഭാരമുണ്ട്. Oftentimes we have burden. ഞാൻ തന്നെ എങ്ങനെ ചെയ്യും? How will I do this on my own? എന്നാൽ നമ്മളെ കൈവിടത്തില്ല എന്ന് എബ്രായ ലേഖനത്തിൽ But the പറഞ്ഞു. book of Hebrews says he will never leave you. 13:5 പറയുന്നു ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കൈവിടുകയില്ല. Hebrews 13 verse 5 says I will never leave you nor നമ്മളെ abandon you. നരച്ചാല് ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. Oh, he's a God who carries us. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ കൈവിടുന്നവനല്ല ദൈവം. Oh, he's not a God who abandons us when our health goes. സുഹൃത്തുക്കൾ വിട്ടുപോകുമ്പോൾ കൈവിടുന്നവനല്ല നമ്മുടെ He's ദൈവം. not a God that leaves us even when our friends abandon us. സാഹചര്യങ്ങൾ നമ്മുടെ മേൽ വലിയ പ്രഷർ ഇടുമ്പോൾ നമ്മളെ വിട്ടുകളയുന്നവനല്ല നമ്മുടെ He's ദൈവം. not a God that lets us go when the pressures of our situation overbear us. അതുകൊണ്ട് ഞാൻ എല്ലാ സാഹചര്യങ്ങളെയും അംഗീകരിക്കുക മാത്രമല്ല, And so not only will I accept all situations, ഞാൻ എന്റെ ഏത് സാഹചര്യത്തിലും എന്നെ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe and I put my trust in the God who will lead me and strengthen me in every ഇനി situation. 18-ാം വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. Let me read verse 18. എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. I have all things. എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു. I am full. ഇതാരാ പറയുന്നത്? Who is saying this? അതിനു മുമ്പ് പറയുന്നത് എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. The same apostle in the previous verses is saying I have suffering and I am going through pain. എന്നാൽ അതിനേക്കാൾ എല്ലാം ഏറെയായിട്ട് But more than that, തന്റെ മനസ്സിൽ പറയുകയാണ്, his mind is saying, ദൈവജനത്തോട് he's പറയുകയാണ്, telling the children of God, എനിക്കെല്ലാം ഉണ്ട്. I have everything. ഞാനത് വായിച്ചപ്പോൾ ഓർക്കുകയാണ്. I was reading this and I remember. തിമോഥെയോസിനോട് താൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. He said one thing to Timothy തിമോഥെയോസേ, earlier. ശീതകാലം അടുത്തു വരുന്നു. Oh, the winter time is ഞാൻ coming. ഈ കാരാഗൃഹത്തിലാണ്. I'm in this prison. ഈ തണുപ്പ് സഹിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് അറിയില്ല. I don't know if I can endure this അതുകൊണ്ട് നീ cold. വേഗത്തിലെ പുതപ്പുമായി എന്റെ അടുക്കലേക്ക് വരണം. So he says, go grab a quilt and come ഈ here. പറയുന്ന വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. It's not that same person is the one saying എനിക്കെല്ലാം here. ഉണ്ട്. I have everything. എനിക്ക് സമൃദ്ധിയുണ്ട്. I have contentment. ഇല്ലായ്മയിൽ ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിക്കുവാൻ കഴിയുന്നതാണ് ദൈവം തരുന്ന സമൃദ്ധി. It is the contentment of God that allows us to say we have everything even in our lives. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും, For every person that is here നിങ്ങളുടെ today, ജീവിതത്തിലേക്ക് നോക്കിയാൽ കുറവുകളുണ്ട്. you may look into your life and see many areas ആരോഗ്യത്തിന് lacking. കുറവുണ്ട്. Many areas lacking. ജോലിയില്ലാതിരിക്കാം. You don't have a job. ആമേൻ. മുമ്പിൽ ഭാരമേറിയ വിഷയങ്ങളുണ്ട്. There are many burdens in front of you. ഇതെങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല.
You don't know how to continue forward. എന്നാൽ ദൈവത്തോട് പറയുക, എനിക്കുണ്ട്, എനിക്ക് സമൃദ്ധിയുണ്ട്. Tell the Lord, yes, I have everything I need. നമ്മളെക്കാൾ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. How many more people are there? ഒരു നേരത്തെ ആഹാരമില്ലാത്ത എത്രയോ പേരുണ്ട്. How many people don't even have a ഒരു meal? വീട്ടിൽ കിടക്കാനില്ലാത്ത എത്രയോ പേരുണ്ട്. How many people don't have a home to stay in? ആമേൻ. നാളെ കുറിച്ച് ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ട്. How many people are burdened and concerned about tomorrow? നമ്മുടെ കേരളത്തിലൊക്കെ ചോർന്നൊലിച്ച മഴ വരുമ്പോൾ അത് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത എത്രയോ വീടുകളുണ്ട്. How many people do we know that when it rains they cannot even sleep in their home comfortably? ഓരോ ദിവസവും ഓരോ പിടി ഗുളികകൾ കൊണ്ട് കഴിയുന്ന എത്രയോ പേരുണ്ട്. How many people live day by day eating medication? ഇതെല്ലാം ഓർത്തു When നോക്കിയാൽ we think of all these things, നമ്മുടെ ദൈവം എത്ര how നല്ലവനാണ്. great has our God been ദൈവം to നമ്മളെ us? നടത്തുന്ന വഴികൾ എത്ര How വലുതാണ്. great is the ways that God has led us so ആമേൻ. ഇന്ന് far? പകൽക്കാലം ഈ മൂന്ന് വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തി അയക്കട്ടെ. This morning, let these three statements strengthen and encourage us. ഒന്ന്, ഏതൊരു സാഹചര്യമായാലും ഞാൻ അതിനെ അംഗീകരിക്കുന്നു. First, whatever situation comes my way, I will accept it. കുടുംബത്തിന്റെ സാഹചര്യത്തെ നോക്കിയിട്ട് പറയുക, Look at your family situation and say, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. I will accept this. അത് മോശമാണെന്ന് എനിക്കറിയാം. I know that's a little പക്ഷേ ഞാൻ അതിനെ foolishness, അംഗീകരിക്കുന്നു. but I will accept this. അവിടെ ഒരു വഴി കാണുന്നില്ല. I don't see a way, എന്നാൽ ഞാൻ അതിനെ but I അംഗീകരിക്കുന്നു. will accept it. എനിക്ക് വേണ്ടി ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പലതും നടക്കുന്നില്ല. Some things that I'm expecting എന്നാൽ are not ഞാൻ taking അതിനെ place, അംഗീകരിക്കുന്നു. but I will accept this. എന്റെ ആരോഗ്യം ക്ഷീണിക്കുന്നു. My health is going ഞാൻ അതിനെ away, but അംഗീകരിക്കുന്നു. I will accept this. Jesus. Praise Glory, God. glory, glory, glory. ബുദ്ധിമുട്ടായാലും ഭാരമായാലും ഞാൻ അതിനെ അംഗീകരിക്കുന്നു. No matter the difficulty or the burdens, I will accept it. എന്താണെന്നറിയാമോ? Why? എന്നെ ശക്തനാക്കുന്ന Yes. അവൻ മുഖാന്തരം എനിക്ക് സാധിക്കും. Because I can do all things through Christ who strengthens me. ഈ യേശുവാണ് നമ്മൾ കൂടെ ഉള്ളത്. It is that Jesus that is with us. അതുകൊണ്ടല്ലേ ഇന്ന് രാവിലെ നമ്മൾ പാടിയത് യേശുവെ പോലെ ആരുമില്ല. That's why we sang today, there's no one like There is Jesus. no one like him. അവനെ പോലെ ആരുമില്ല. അവനെ പോലെ ആരുമില്ല. There is no one like him. അവൻ നമ്മുടെ ഏറ്റവും അടുത്ത് വരാൻ നല്ല സ്നേഹിതനാണ്. He's a good friend that comes near നമ്മുടെ us. ഹൃദയം തുറന്നു പറയാൻ പറ്റിയ സ്നേഹിതനാണ്. He's a great friend that we can share with. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല സ്നേഹിതനാണ്. He's a good friend that we can put our trust നമ്മുടെ in. വിഷമം അറിയാവുന്ന നല്ല സ്നേഹിതനാണ്. He's a good friend that knows our pain. മാത്രമല്ല കരുണയുള്ള പിതാവാണ്. Not only that, he's a merciful ഒരു father. നല്ല മാതാവാണ്. He's a good mother. ഒരു നല്ല ഭർത്താവാണ്. He's a good husband. ഒരു നല്ല ഭാര്യയാണ്. He's a good wife. ഏതൊരു സ്ഥാനത്ത് നിന്നാലും എന്റെ കർത്താവ് എനിക്ക് Oh, മതിയായവനാണ്. in whatever situation, my Lord is enough for me. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ When I leave this place, ഞാൻ ഈ ധൈര്യത്തോടാ I'm പോകുന്നത്. going to go with this confidence. എന്നോടുകൂടെ എന്റെ ദൈവമുണ്ട്. My God is going with അവനാൽ me. എനിക്ക് സാധിക്കും. He will help me. അവനാൽ എനിക്ക് സാധിക്കും. Through him I can do it. ഓ, തടഞ്ഞപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അതെനിക്ക് സാധിക്കും. But there are many issues that are blocked and hindered, but I can overcome that through him. ആമേൻ. Yes. മാത്രമല്ല Not only that. പിശാചേ, നീ എന്നോട് പറയുന്നത് എനിക്ക് ഇല്ലാത്തത് പലതും. Oh, that the enemy is looking at me and saying I'm ഈ missing it. ദിവസങ്ങളിൽ ഇല്ലാത്ത പലതിനെ കുറിച്ച് എന്നോട് പറയുകയാണ്. And he's reminded me of things that is lacking in my life. എന്നാൽ ഇന്ന് എനിക്ക് തിരിച്ചു പറയാൻ ഒരു കാര്യമുണ്ട്. But I have a responsibility to him. I have everything I എനിക്ക് need. സമൃദ്ധിയുണ്ട്. I have contentment. ഞാൻ നന്മ അനുഭവിക്കുന്നു. I have a goodness. എനിക്ക് എന്റെ ദൈവത്താൽ എല്ലാം ഉണ്ട്. I have everything I ഈ need through my ദൈവത്തോട് God. ചേർന്ന് നടക്കുമ്പോൾ എനിക്ക് ഇല്ലാത്തതൊന്നുമില്ല. And as long as he is with me, there is nothing that I can lack അതുകൊണ്ട് in my ഇവിടെ life. ഞാൻ എന്റെ ചിന്താഗതിക്ക് മാറ്റമുള്ളവനായി And പോകുകയാണ്. so I am leaving this place with a new way of thinking. I am accepting everything. ഞാൻ എല്ലാം അംഗീകരിക്കുന്നു. ഞാൻ I am able to do everything through Christ. ക്രിസ്തുവിൽ കൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. And I have abundance. I have എല്ലാം ഉണ്ട്. I have all things I need. And I have everything. എനിക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. Jesus. ഈ മൂന്ന് വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. Let these three ഈ statements മൂന്ന് strengthen. വാക്കുകൾ നമ്മളെ Let ശക്തീകരിക്കട്ടെ. these three statements strengthen അപ്പോസ്തലന്റെ us. അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു വന്നാൽ, Oh, we come to that point in our life. മാത്രമല്ല നമ്മൾ ആ പാട്ട് പാടി ആ പാട്ട് എഴുതി തന്ന ഭക്തനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. Oh, we heard this testimony of the man of God. ജീവിതത്തിലെല്ലാം നഷ്ടമായവൻ, ആൺകുഞ്ഞ് നഷ്ടപ്പെട്ടു, പെൺമക്കളെല്ലാം നഷ്ടപ്പെട്ടു, ഭൗതികമായതെല്ലാം നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിലും നമ്മൾക്ക് പാടുവാൻ ദൈവം കൃപ തരട്ടെ. ഇറ്റ് ഈസ് വെൽ. എൻ്റെ ആത്മാവേ, എനിക്കത് നല്ലതായിരിക്കുന്നു. ഒരു ഞാൻ കലങ്ങുന്നില്ല, ഞാൻ ഭാരപ്പെടുന്നില്ല.
എന്ന് പറഞ്ഞ് ആ പാട്ടുകളുടെ വരികൾ പാടി ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്ക് ദൈവസന്നിധി സന്തോഷിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ, ഓരോ വിഷയങ്ങൾ ആമേൻ വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പാടട്ടെ. Whatever is my Lord, Lord, you taught me to say, it is well, it is well, it is well, it is well. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള കൃപ കൊടുക്കണം. സ്തോത്രം. നമുക്ക് ദൈവത്തിന് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.